ഇത് അമ്മ മാല ഇടുന്ന ദിവസം ഇട്ട കുപ്പായ. അത് ശരി. അപ്പൊ ഞങ്ങൾ വാങ്ങിച്ച പട്ടുസാരിക്ക് ആരെടുക്കുക? കുഞ്ചന്റെ അമ്മ പറഞ്ഞു ഈ ഡ്രസ് ഇട്ടാല് സുന്ദരി ആവുന്ന്. കേട്ടില്ലേ കേട്ടില്ലേ? ഇപ്പൊ നമ്മൾ സാരി വാങ്ങിയതൊക്കെ വെറുതെ ഇല്ലേ? കുഞ്ച തക്കീട് വാവന്റെ കൂട്ടുകാരൊക്കെ തെറ്റുവോ? ഞങ്ങൾ എന്താ തെറ്റണേ? കുഞ്ചിക്ക് അത് ഇഷ്ടം വെച്ചാ കുഞ്ചെടുത്തോ. അമ്മ അമ്മ കുഞ്ചിന് മാലയൊക്കെ കൊണ്ട് വന്നിട്ട് കൊടുക്ക. മാല ഇടണോ ഇനിയും? പിന്നെ നമ്മൾ വാങ്ങിച്ച മാലല്ലേ അതിടണ്ടേ? തങ്കമ്മി ഇതെന്ത് ഡ്രസ് അപ്പോ? അത് പിന്നെ രമി അവരുടെ അമ്മ മാല ഇടുമ്പോ ഇട്ട ഡ്രസ് ആത്ര അത്. അവരൊക്കെ അങ്ങനെ ഇടാ. അവരെ അമ്മമാരുടെ ഡ്രസ് എടുത്ത് വെച്ചിട്ട് അതാണ് കല്യാണ ദിവസം ഇടുക. അത് ശരി. വല്ല പശുവിന്റെ മുന്നിലൊന്നും പോയി നിക്കണ്ടോ? പശുവിനൊക്കെ അറിയാം ഇത് നല്ല കുപ്പായാണ്, ഇതൊന്നും തിന്നാൻ പറ്റൂലെന്ന്. പശുവിന് മനസ്സിലായിച്ചാലേ കുഴപ്പമൊന്നുമില്ല. എന്നാ നമുക്ക് ഈ മാല കെട്ടാലോ? കുഞ്ചേ മാല ഇട്ടാലേ കുഞ്ചി സുന്ദരി ആവും. പിന്നെ നമ്മളിങ്ങനെ ഒരിടത്തേക്ക് പോകുക. അതിക്ക് പോവാടി. ഓലിപ്പോ പോയാലോ? നമുക്ക് ഇവിടെ നോക്കി നിക്കാം. എടി പെണ്ണെ, എന്നിട്ട് നിന്റെ പ്ലാൻ എന്താ പറ? അതൊക്കെ ഉണ്ട് മീനോ, ഉണ്ട്. അതൊന്ന് വേഗം പറടി പെണ്ണെ. അത് പിന്നല്ലേ ചിന്നുന്റെ കല്യാണത്തിന് ഇടാൻ വെച്ച പുതിയ ഉടുപ്പില്ലേ, അതിനാ നമ്മൾ പണി കൊടുക്കാൻ പോണത്. എന്ത് പണിയാണ് കൊടുക്കാൻ പോകുന്നേ? എന്തായാലും വേണമെന്നില്ല, അത് നമുക്ക് നശിപ്പിക്കണം. അതിന് എന്താ ഒരു വഴി? അതിനുള്ള വഴിയല്ലേ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നേ. എന്ത് വഴി പറ ചക്കി? എടി നമുക്കില്ലേ ആ ഉടുപ്പ് എടുത്തിട്ട് ഇവരുടെ കൈ കൊടുക്കാം. എന്നിട്ട് ഇവരോട് പറയണം അത് തീ കൊണ്ടിടാനേ. അവിടെ പാത്രത്തിൽ ബിരിയാണി വെക്കണില്ലേ, അവിടെ നാളെ മാറിയാലേ ആരെങ്ങാതെ തീയിലിട്ട് കത്തിച്ച് കളയാൻ പറയണം. ഹായ്, നിനക്ക് ബുദ്ധിയില്ലെന്നൊക്കെ ആരാ പറഞ്ഞേ?
നിനക്ക് നല്ല ബുദ്ധിയാട്ടോ. പിന്നെ അല്ല, എനിക്കത്തെ ബുദ്ധി ഉണ്ടോന്ന് നീ എന്റെ ബുദ്ധി ഒന്നും കണ്ടിട്ടില്ലടി മീനു, കണ്ടിട്ടില്ല. പക്ഷേ അവരങ്ങനെയൊക്കെ ചെയ്യൂടി, അവര് ചെയ്യണം. അതിനുള്ള സൂത്രമാണ് നമ്മൾ ഒപ്പിക്കാൻ പോണത്. എനിക്ക് തോന്നുന്നില്ല നടക്കുന്ന്. നിനക്ക് തോന്നണം. ഇത് ചക്കിയുടെ വാക്കാ. ചക്കി ഒരു കാര്യമേറ്റാലേ അത് നടത്തിയിരിക്കും, നോക്കിക്കോ. ഞങ്ങൾ പോയിട്ടേ ചിന്നുവിനെ തക്കടുവാവിനെ വിളിച്ചിട്ട് വരട്ടെ. നിങ്ങൾ ഇവിടെ കിടക്കണമെന്ന് ഞങ്ങൾ പറയട്ടെ. നിങ്ങൾ വരില്ലല്ലോ? ഞങ്ങൾ ഇവിടെ നിന്നുണ്ട്. ഇവിടെ നിൽക്കാൻ നല്ല രസമുണ്ട്. കാറ്റ് കൊണ്ടിട്ട് അമ്പിളി മാമനെ കാണാനേ നല്ല ചേലാണ്. എന്നാലേ നിങ്ങൾ ഇവിടെ തന്നെ നിന്നോളി, ഞങ്ങൾ പോയിട്ട് ഇപ്പൊ വരാം. എടി മീനു, അവര് വരുന്നു. പിന്നെ മാറി നിൽക്ക്, അവര് കാണണ്ട നമ്മളെ. അത് ശരിയാ, വേഗം വാടി. ശബ്ദമുണ്ടാക്കല്ലേ. ഞാനൊന്നും ഉണ്ടാക്കൂല, നീ മിണ്ടാണ്ടിരുന്നാ മതി. എന്നിട്ട് തിന്നാനും കുടിച്ചാനൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണോ? കുറുക്കുറുന്ന് നല്ലോണം പൈച്ചിന് ഉണ്ടാവും. ഓന് നല്ലോണം നല്ലോണം എപ്പോഴും തിന്നണം. കുടുകുടുന്ന് നല്ലോണം പൈച്ചും ഓന് നല്ലോണം തിന്നും. ഓനുക്കും കൊണ്ടുവന്നോളും തിന്നാനും നല്ലോണം കുടിച്ചാനും ഒക്കെ വേണം. ഇപ്പൊ കൊണ്ടുവന്നരാ, എവിടെ ഇരുന്നോളി. വേഗം പോയിട്ട് കൊണ്ടുവരണട്ടോ. ഇത് നല്ലോണം പൈച്ചുന്നുണ്ട്. ഞാനും നേരത്തെ കുറച്ച് തിന്നിട്ടുള്ളൂ. കുഞ്ഞിപ്പത്ത് വേഗം നടന്നോ, നീ വൈകാറുണ്ടല്ലോ, നമ്മളെയും കൂടെ ഒരു പിടിച്ച് തിന്നും. വേഗം പോയിക്കോളി. ഇവിടെ ഇങ്ങനെ നോക്കിയിട്ട് നിക്കണ്ട. തിന്നാനി കൊണ്ടാനേ മറക്കണ്ട. ഇത് പോയി. പാവം ചുന്ദരനും ചുന്ദരി, നമ്മക്ക് തിന്നാനി കൊണ്ടുവരാനേ ഓല് പോയിക്കോണു. പാവം ചുന്ദരിയും ചുന്ദരനും നമ്മക്ക് തിന്നാനി കൊണ്ടുവരാൻ ഓല് പോയിക്കോണു. മീനു, ഓല് പോയി, വേഗം വാ. മീനു പെണ്ണെ, വേഗം വാ. ഏതാണ് ചുന്ദരി? ചുന്ദരി, ഇത് ഏതാണ് ചുന്ദരി? മീനു, ഇത് പേടിയാവണോ, വേഗം വാ. ഇത് വന്നു പെണ്ണെ, ഓല് രണ്ടാളും കാണാതെ വേണ്ട ഇങ്ങോട്ട് കിടക്കാനേ. ഓലതാ നമ്മളെ നോക്കി ചിരിച്ചിടും. എന്തിനാണാവോ? നമ്മൾ ആ കുന്തം കൊണ്ട് തല്ലി കൊല്ലോ? ഒന്നും പറയാൻ പറ്റില്ല. ആ മുപ്പത്തിയല്ലേ, മൂപ്പനോട് എപ്പോഴും പറച്ചില് കുന്തെടുത്തോണ്ട് തച്ചു കൊല്ലും, പെരിപ്പുറത്തുനിന്ന് ഇറങ്ങിക്കോ ഇറങ്ങിക്കോന്ന് എപ്പോഴും പറയലില്ലേ? മീനു, ഇങ്ങനെ പേടിപ്പിക്കല്ലേ. കുടുകുടു, നല്ല ചുന്ദരിയല്ലേ രണ്ടെണ്ണം വന്നിക്കുന്നു. ചുന്ദരി, ഞങ്ങൾക്ക് തിന്നാനി കൊന്നിക്കുന്നാ. തിന്നാനോ? ആ തിന്നാനല്ലേ, തിന്നാൻ നിങ്ങൾക്ക് ഇപ്പൊ കൊണ്ടുവരും. തിന്നാൻ നിങ്ങൾക്ക് ഇപ്പൊ കൊണ്ടുവരും. എന്നിട്ട് നിങ്ങൾ എന്താ കൊണ്ടുവരാതെ വന്നിക്കുന്നത്? ഇത് നല്ലോണം പൈച്ചിനുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ ചുന്ദരിയല്ലേ. മീനു, ഈ വിദ്യകൾക്ക് തിന്നാന്ന് ഒറ്റ വിചാരമുള്ളൂ. മിണ്ടാതിരിക്കടി പെണ്ണേ. തിന്നാനൊക്കെ ഞങ്ങൾ ഇപ്പൊ കൊണ്ടുവന്നേരും. അതാണ്, ഞങ്ങൾ ഇപ്പൊ കൊണ്ടുവന്നേരും തിന്നാനുള്ളത്. കുറേ കൊണ്ടുവന്നേരാ. ഞങ്ങളോട് തിന്നാന് കൊണ്ടുവന്നിട്ട് മുണ്ടാൻ മതി. അതുവരെ മുണ്ടാനൊന്നും വരണ്ട. മീനു, പണി പാളോ? ഇല്ലടി പെണ്ണേ, നീ അവരോട് കാര്യം പറ. അത് പിന്നെ ഞാനേ തിന്നാൻ കുറേ കൊണ്ടുവന്നേരാ. ഇന്നാലും വേഗം കൊണ്ടുവന്നു. എന്നിട്ട് വർത്താനം പറഞ്ഞ
കുഞ്ചന്റെയും കല്യാണം നടക്കല്ലേ. അവരുടെ കല്യാണം നല്ല സന്തോഷമായിട്ട് നടക്കണ്ടേ. കുഞ്ചന്റെയും കുഞ്ചിട്ട് മാല ഇടല് നല്ല സന്തോഷത്തില് നടക്കണം. എന്നാലേ അതിന് നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഒരു കുടുംബക്കാരെ നിങ്ങള് ഞങ്ങളെ കുഞ്ചനും കുഞ്ചിക്കും മാല ഇടലിന് എന്ത് വേണമെങ്കിലും ചെയ്യും. ആ അതാണ്, അങ്ങനെ വേണം കുടുംബക്കാരായാല്. എന്താണ് ചെയ്യേണ്ടത് ചന്ദ്രേ? അത് പിന്നല്ലേ നിസ്സാര കാര്യാണ്. ഞങ്ങളൊരു കാര്യം പറയാ, അത് അതുപോലെ ചെയ്താൽ മതി. എന്താന്നറിയോ? എന്താന്ന് ചന്ദ്രേ? അത് പിന്നല്ലേ അവിടെ റൂമില് ഞങ്ങളൊരു ഉടുപ്പുണ്ട്, അതെടുത്ത് കൊണ്ടുവന്നേരാ. ചിന്നുന്റെ ഉടുപ്പാണത്. അതെന്തിനാന്നറിയോ? അതൊരു ചടങ്ങാണ്, അത് നടത്താനാണ്. ആ ചടങ്ങ് നടത്തിയാലുള്ളൂ ഓരോ കല്യാണം നല്ല സൂപ്പർ ആയിട്ട് നടക്കുള്ളൂ. ഞങ്ങളെ കുഞ്ചിടിയും കുഞ്ചന്റെയും മാല ഇടല് നല്ല ചേലാണ് കാണാന്. ആ ഇങ്ങക്കേ അത് നല്ല ചെല്ലി കാണണെങ്കിലേ നേരത്തിന് നടക്കണ്ടേ, അതിനുള്ള ചടങ്ങാണ് ഈ പറഞ്ഞത്. വേഗം ആ ഡ്രസ് എടുത്തിട്ട് ഞങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവാ. അതിന് ചിന്നുന്റെ കുപ്പായം എവിടെ വെച്ചിരിക്കുന്നേ? അതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. എന്നിട്ട് അത് എടുത്തു കൊടുത്തിട്ട്